I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. Hi guys, എല്ലാവർക്കും സാലിറ്റിസിലോട്ടിൽ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫൈനലാണ്, ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലാണ്. അല്ല, ചാമ്പ്യൻസ് ലീഗിൻ്റെ അല്ല, യൂറോ കപ്പിൻ്റെ ഫൈനലാണ്. പോർച്ചുഗൽ vs ഫ്രാൻസ്. ഇതിന് മുന്നേ 2 എപ്പിസോഡ് ഉണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പോൾ ഞാൻ അടുത്ത വേൾഡ് കപ്പിൽ അടുത്ത യൂറോ കപ്പിൽ ചെയ്യാൻ പോകുന്നത് നെതർലാൻഡ്സിനെ എടുക്കുകയാണ്. ഇതുവരെ യൂറോ കപ്പ് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അത്രയ്ക്ക് കളീനെ അറിവുള്ള ആളല്ല. അപ്പോൾ നമുക്ക് കളിയിലൂടെ കുറച്ച് ഇതുണ്ട്. ഫ്രാൻസ് ഇത്ര കളികൾ നല്ല സ്കോറിലാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ഞങ്ങളെല്ലാ കളി ഒന്നേ ഉണ്ടക്ക്. പിന്നെ നല്ല കട്ട ടീമാണ് ഫ്രാൻസ്. കണ്ടില്ലേ, 3-0, 2-0, 2-1 ഫൈനലിൽ പോർച്ചുഗലിൻ്റെ കൂടെ. അത്രക്കും മനോഹരമായ ഒരു ടീമാണ് ഫ്രാൻസ്. അപ്പോൾ ഞങ്ങളുടെ ഓരോ കാര്യം എടുക്കുകയാണെങ്കിലും ഞങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാ കളിയും അത്രക്ക് പോരാ ഞങ്ങളെ. അപ്പോൾ ഞങ്ങൾ ഇത് നോക്കി നോക്കട്ടെ കളികൾ. ഇത് കണ്ടില്ലേ, ഞങ്ങൾ ലാസ്റ്റ് 0-0 എന്ന സ്കോറാണ്. ഫ്രാൻസിൽ നോക്കണം. ഇത് കണ്ടില്ലേ ഗൈസ്, ഞങ്ങളുടെ ഫുള്ള് കളി കണ്ടില്ലേ ഗൈസ്. 0-0 ഇന്ന് ഫ്രാൻസിൻ്റെ കിട്ടുന്നില്ല ഗൈസ്. ഫ്രാൻസിൻ്റെ എതിരെ എവിടെയാണോ ഞാൻ ഫ്രാൻസിന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളാണ് ഇവിടെ കിടക്കണേ. അപ്പുറത്ത് കിടക്കണോ ഇവർ സ്പെയിനാണ് ചാമ്പ്യൻ, ഗ്രൂപ്പ് ചാമ്പ്യൻ. ഇതാ 9 എല്ലാ കളിയും ജയിച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. എല്ലാ കളിയും അടിപൊളിയായി കളിച്ച ടീമാണ്. അതുകൊണ്ട് പേടിക്കേണ്ട ടീം തന്നെയാണ് ഫ്രാൻസിന്. ഫൈനലിൽ എന്തുവാണെങ്കിലും ഉണ്ടാവുക. നമ്മളെ സ്കൂളിൽ റൊണാൾഡോ, റാഫേലോ, ബെർണാർഡോ ഇവർ അറ്റാക്കിൽ കളിക്കുന്നുണ്ട്. അവർ നല്ല അറ്റാക്കേഴ്സാണ്. നിങ്ങൾ പോർച്ചുഗൽ കളിയാണ് തീർക്കില്ല, അവർ നല്ല അറ്റാക്കേഴ്സാണെന്ന്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ പ്രാവശ്യത്തെ യൂറോ ആരടിക്കണം എന്നാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ എന്നെ നോക്കട്ടെ, ബാക്കി നോക്കാം. നീ ഇതാ കളി ഓപ്പണാക്കിയിട്ടുണ്ട്. കളി ഓപ്പണാക്കി ഇനി ഇതൊന്ന് ഫുള്ളാവണം ഗൈസ്. കാത്തു നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഇത് കാത്തിരിക്കുകയാണ്. ഇന്ന് ഫുള്ളാണ് ഗൈസ്. 79, 80, 99, 100 100ആയിട്ടാണ് കയറാത്ത. ഒന്ന് ഗൈസ്. അയ്യോ, എവിടെയാണ് ഇപ്പോൾ കിടക്കുക? അയ്യോ, നമ്മുടെ സ്കൂളും കൊള്ളാത്തോ. റൊണാൾഡോ കണ്ട് ഇവിടെ ഇട്ടുണ്ട്. ഇതാ പ്ലേസിനെ കാണിക്കണം. അപ്പോൾ എംബാപ്പെ കണ്ടേ. അപ്പോൾ ജിറൂടെ തോന്നുന്നു. അപ്പോൾ ഗ്രീസ്മാനെ കണ്ട്. പിന്നെ റാഫേലേക്കാണ് റൊണാൾഡോ ടച്ചിൽ. പിന്നെ റാഫേലേക്കാണ് വന്നത്. ഫെർണാണ്ടോ നല്ല സ്പീഡിൽ കൊണ്ടുപോകണ്ട നമുക്ക്. ഫെർണാണ്ടോയുടെ ആയിട്ട് റാഫേൽ ട്രൈ. അയ്യോ, അടിക്കണ്ടായിരുന്നു തോന്നുന്നു. അജയ് സാധനമായിപ്പോയി. അപ്പോൾ കുഴപ്പമില്ല. റൊണാൾഡോ അടിക്ക് അടുത്തുണ്ട്. ചെങ്ങായിമാരെ ഫുള്ള് എടുക്കണ്ട പന്ത് പോയാൽ കയ്യിൽ നിന്ന് പോവുക, പിന്നെ കിട്ടുക. പക്ഷേ ഞങ്ങളുടെ വൻ മതിൽ പെപ്പർ ഉമ്മന്യാസ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ വിടൂല ഗൈസ്. അത് ഞങ്ങളൊരു പ്രതീക്ഷയാണ്. അവരുടെ നിന്ന് പോകുന്നു. ഇവൻ്റെ പ്രകടനം, ടിയാഗോസ്റ്റയുടെ ശരിക്കത്തെ പ്രകടനമാണ് പോളണ്ടിൻ്റെ ഇപ്പോൾ ഉള്ള കളി കാണണം. എല്ലാ കളിയും കാണണം. നല്ല ടിയാഗോസ്റ്റയുടെ ശരിക്കത്തെ പ്രകടനം അറിയാം. ആ ചെങ്ങായി ഉള്ളതുകൊണ്ടാണെങ്കിലും രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയാം. അപ്പോൾ അതാ പോണു. പുറത്തേക്ക് പോയി ഗൈസ്. അതെ ഗൈസ്. ഇന്ന മിനിറ്റ് ഉണ്ട്, 20 മിനിറ്റ് ആയി. ഒരു ഗോൾ പോലില്ല. അപ്പോൾ റൊണാൾഡോ, അയ്യോ റൊണാൾഡോക്ക് എന്ത് പറ്റി? ആരാണ് ഫോളോ വിളിച്ചിരിക്കട്ടെ, നമ്മൾക്ക് അത് വിട്ടെടുക്കാം. ഞങ്ങളുടെ ഇവർ പെപ്പി റൂമിൻ്റെ ആസുള്ള ഞങ്ങൾക്ക് ധൈര്യം കണ്ടില്ലേ ഗൈസ്. വേണ്ട കൊണ്ടടാ. അയ്യോ ഗൈസ്, ഇവനെയൊക്കെ ഉമ്മക്കാന്ന് പിടിച്ചിട്ട് ഗൈസ് നിൽക്കണേ. ഞാൻ കളി ജയിച്ചല്ലേ പറ്റൂ, അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുന്നേ ഞാൻ നാണം കെടൂല് ഗൈസ്. എന്ത് കേട്ട്. ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഈ ഫൈനലിൽ തോറ്റ അവസ്ഥ വെച്ചിങ്ങൾ. അപ്പോൾ നല്ലൊരു ക്രോസ് കൊടുത്തിട്ടുണ്ട്. അത് കുളമായി. റാഫേലോ നമുക്ക് സ്പീഡ് നോക്കിക്കൊണ്ടാവുക ഗൈസ്. എന്നിട്ട് അവിടെ പോയി ഓടിക്കണം. ഗ്രൗണ്ടിൻ്റെ ഭാഗം കവർ ചെയ്ത്, ഫുള്ള് ഭാഗം കവർ ചെയ്തിട്ട് ഒരു 99.9 ഗോൾ ഗൈസ്. ഗ്രൗണ്ടിൻ്റെ ഭാഗവും 99.9% റാഫേലും വണ്ടി തീർത്ത് അടിച്ചു ഗൈസ്. ഗോൾ അടിച്ചു നമ്മൾ.
ഗൈസ് അത്രയ്ക്ക് അടിപൊളി ഗോളായിരുന്നു. നല്ല ഡ്രിബിളിങ്, നല്ല ഷോട്ട്. ഗ്രൗണ്ടിന് മിനിമം ഈ ഗ്രൗണ്ട് എത്ര മീറ്റർ ഉണ്ടെന്ന് അറിയില്ല. ആ മീറ്ററിൻ്റെ ആദ്യത്തെ 3 മീറ്റർ, ആ 1 മീറ്ററെങ്കിലും മണ്ടാതിട്ടുണ്ടാവുക. അയ്യോ അത് സാധനമായിരുന്നു. അപ്പോൾ ഒരു മിനിമം എൻ്റെ ഒരു നിഗമനത്തിൽ 80 മീറ്ററെങ്കിലും ഉണ്ടാവുന്നതാണ്. 80 മീറ്റർ ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ 79 മീറ്ററും വണ്ടി ഉണ്ടാവും. അത് അത്രക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ നിഗമനം. അപ്പോൾ ഹാഫ് ടൈമിലായിട്ടുണ്ട്. ഹാഫ് ടൈം ആയപ്പോൾ തന്നെ നമ്മൾ ഒരു ഗോൾ അടിച്ചിട്ട് നിൽക്കുകയാണ്. ഹാഫ് ടൈം ആവണതിൻ്റെ മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നൊരു ഗോൾ അടിക്കാൻ. ഒരു ഗോൾ അടിച്ചിട്ടുണ്ടാവും തരാം. അപ്പോൾ നമുക്കിനെ ഈ ട്രിപ്പിളിങ് നമ്മൾ സുഖത്തിയെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിത് മുന്നോട്ട് പോകണോ. റൊണാൾഡോ നല്ല രീതിയിൽ ഫോമായിട്ട് ഞാനും കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. പക്ഷേ അത് നടക്കണില്ല ഗൈസ്. എന്തൊക്കെ സംഭവിക്കാൻ എൻ്റെ പ്ലേസിൻ്റെ അടുത്ത് പന്ത് കിട്ടുക പിന്നെ പോവുക. ത്രോ ബോൾ പോയിട്ടുണ്ട് ഗൈസ്. നമുക്കിങ്ങനെ റാഫേലോയുടെ ത്രോ, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പാസ്സൊക്കെ മിസ് പാസ്. ഇവർക്ക് പന്ത് കിട്ടുക പോവുക. മിസ് പാസ്സാണ്, ഫുള്ള് മിസ് പാസ്സാണ് ഗൈസ്. പിന്നെ ട്രിബിൾ ഇത് വാങ്ങും. ആ ട്രിബിളിന് ഒരിടന്ന് വാങ്ങും. അത് കീപ്പറിൻ്റെ കൈ കടിച്ചോട്ടും ഗൈസ്. ഞാനെന്ത് കാട്ടാനാ, ഞാൻ മാത്രം പറയരുത്, അവരെ കളിയും കൂടി നോക്കണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുക്കണ്ടേ. പിന്നെ അവരിടുന്ന പന്തൊന്നും എടുത്തിട്ടുണ്ട്. നല്ല പാടാണ് ഗൈസ്. നമുക്ക് റൂബൻ നെവസിനെ ഇറക്കണതന്നെ നല്ലത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നില്ല. എന്താ പെപ്പനെ മറികടന്ന റൂബൻ, ഞാൻ പറഞ്ഞ 1 മതിൽ ഗൈസ്. 1 മതിൽ പെപ്പനെ പറഞ്ഞാൽ റൂബനെ മറികടന്ന പെപ്പെ. ഇവരുണ്ടെങ്കിൽ പിന്നെ ടീം പേടിക്കേണ്ട ആവശ്യമില്ല. പോർച്ചുഗൽ ഇതുവരെ എത്തുന്നതിൻ്റെ പകുതി കാരണം ഇവർ രണ്ടാളുമാണ്. 1 മതിൽ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനത്തെ ഒരു അറ്റാക്കർ റാഫിനെ കൊണ്ട് ഗോളാക്കി. പക്ഷെ ഇപ്രാവശ്യം അത് കിട്ടിയില്ല. ബാപ്പയുടെ അറ്റാക്ക് പോയി. ഇതെല്ലാം ട്രിബിൾ ചെയ്തു, പുറത്തേക്ക് അടിച്ചു ഗൈസ്. പാസ് കൊടുക്കാൻ നോക്കി, പുറത്തേക്ക് പോയി ഗൈസ്. ഫ്രാൻസിന് ഭാഗ്യമില്ല. നല്ല റെഡിയായിട്ടിരിക്കും. ത്യാഗോസ്റ്റിനെ പറയുമ്പോൾ നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ത്യാഗോസ്റ്റ. അത്രക്കും അടിപൊളി പ്ലെയറാണ്, കീപ്പറാണ്. ഓ റൊണാൾഡോ, അയ്യോ കിട്ടി. ബെർണാർഡോ സിൽവ ട്രിപ്പിൾ ചെയ്ത് വാടാ ഗൈസ്. എൻ്റെ കഴിവാണ്ടത്. അയ്യോ പണിയാണ്. ഗോൾ അടയാളപ്പെടുത്തുന്ന കാലമേ. ഇത് റാഫേലിയോയുടെ കാലം. പോർച്ചുഗലിന് വേണ്ടി അന്ന് ഇടറടിച്ചത് മാതിരി, അന്ന് 2016 ഫ്രാൻസിന്റെ പോസ്റ്റിലോട്ട് ഇടറടിച്ച മാതിരി ഇതാ അതേ കറുത്ത വംശത്തിൽപ്പെട്ട ആൾ, അതേ ഹെയർ സ്റ്റൈൽ, അതേ മോഡൽ ചെയർ, അതേ ഷോട്ടുകൾ, അതേ മോഡൽ പ്ലെയർ. അന്ന് എഡറിനെ മിസ് ചെയ്തെങ്കിൽ ഇന്നിതാ റാഫേലിയോനെ മിസ് ചെയ്യേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അത് 2 ഗോളുകൾ ടീമിന് വേണ്ടി വിജയ് ഉറപ്പിക്കാൻ എത്തിച്ചിരിക്കുന്നു. റൊണാൾഡോയുടെ ഷോട്ട്, ഒതെങ്ങാനും റാഫേലിയോ റിട്ടേൺ കിട്ടിയെങ്കിൽ റൊണാൾഡോയുടെ ഷോട്ട് തടുത്തത് റിട്ടേൺ കിട്ടിയിരുന്നെങ്കിൽ റൊണാൾഡോക്ക് ഹാട്രിക് ആയനെ. ഇതല്ല റാഫേലിയോക്ക് ഹാട്രിക് ആയനെ. കളി സഞ്ചരിക്കുന്നു. കപ്പടിച്ചു. അതെ, പോർച്ചുഗൽ കപ്പടിച്ചു. എല്ലാവരുടെയും സന്തോഷമാണ്. ബെർണാർഡോ സിൽവ ആദ്യമായി നയിച്ച പോർച്ചുഗലിന്റെ യൂറോ കപ്പ് തന്നെ അടിച്ചു കൊടുത്തിരിക്കുന്നു. ഇതാ മണ്ടിക്കൊണ്ട് അവൻ്റെ സെലിബ്രേഷൻ. അതെ, കപ്പ് ഉയർത്തുന്നു, സന്തോഷത്തിൽ ആർത്തുലസിക്കുന്നു. ഇതാ അവർ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അതാ ഗൈസ്. അപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് യൂറോ കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ നെതർലാൻഡ്സിനെ കൊണ്ട് ഫുള്ളിട്ടിട്ട് ഇന്ത്യൻ നിഗമനത്തിൽ അവർക്ക് യൂറോ കപ്പ് ഇല്ലാതാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും പൊട്ട ടീമിനെ എടുത്തിട്ട് കളിപ്പിക്കുന്നേക്കാണ്. എന്നിട്ട് അതിൽ അവർക്ക് കപ്പടിപ്പിച്ച് കൊടുക്കണമായിരിക്കും ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു കളി ഓരോ എപ്പിസോഡ് ആക്കിയിട്ടാണ് ഞാൻ ഇടുകയാണ്. അല്ലെങ്കിൽ 2 കളി ഒരു എപ്പിസോഡാക്കി ഇടുക, അതാണ് നല്ലത് തോന്നുന്നു. അപ്പോൾ കപ്പിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് ഗായ്സ്. അതെ, UFUE എന്നാണ് തോന്നുന്നു എഴുതിക്കണം. ചാമ്പ്യൻസ് പോർച്ചുഗൽ ഗായ്സ്. അടിപൊളിയായിട്ടോ ഗൈസ്. നല്ല സന്തോഷമായി. അത്രയ്ക്ക് സന്തോഷം. കപ്പടിച്ചു ഗൈസ്. ആദ്യമായിട്ട് ഞാനെപ്പോഴും ഫസ്റ്റത്തെ ഏത് കളി എടുക്കാറുണ്ട് ഫസ്റ്റത്തെ ഞാൻ തോൽക്കാറാണ്. ഇപ്പോൾ ഇപ്രാവശ്യം അതില്ല.